ഇപ്പൊ പൊതുവെ ഇപ്പൊ പറയുന്ന ഒരു കാര്യമാണ് സിനിമ സത്യങ്ങൾ വിളിച്ച് പറയാനുള്ളത്. ഇപ്പൊ ഈ അടുത്ത് തന്നെ ഒരു സിനിമ പൊളിറ്റിക്സ് പറഞ്ഞൊന്നും പ്രശ്നങ്ങളായല്ലോ. പണ്ട് ഞാൻ കേട്ടറിവാണ്, പണ്ട് നാടകങ്ങള് എന്താ ഇതിനെയും ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പൊ തെരുവ് നാടകമാണെങ്കിലും അല്ലാതെ നാടകങ്ങളും അങ്ങനെ കാണിക്കാറുണ്ട്. അപ്പൊ അത്രയും ആ ഒരു സ്ട്രോങ് അല്ലെങ്കിൽ ആ ഒരു ധൈര്യം സിനിമകൾക്കില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? കാരണം അങ്ങനെ തുറന്ന് പറയുക അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ ചൂണ്ടിക്കാട്ടുമ്പോൾ കട്ട് വരെ സെൻസർ ബോർഡ് വരെ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ വരാറുണ്ട്. അല്ല, സിനിമകൾക്ക് അല്ലെങ്കിൽ സിനിമ ചെയ്യുന്നവർക്ക് അങ്ങനെ ഒരു ധൈര്യം ഇല്ല എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നിർമാല്യം എന്നൊരു സിനിമയെ പറ്റി കേട്ടിട്ടുണ്ടോ? അതിൽ ഒരു ക്ലൈമാക്സ് സീൻ, അതിലൊരു ക്ലൈമാക്സ് സീൻ ഉണ്ട്. എന്താണ് അതിലെ കേട്ടിട്ടുണ്ട്. അതിൽ അഭിനയിച്ച നടൻ PG ആൻ്റണി മാഷ്, അദ്ദേഹം അവസാനം ചെയ്യുന്നത്, വെളിച്ചപ്പാടായിട്ട് അഭിനയിക്കുന്നത്, അദ്ദേഹം അവസാനം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം അത്രയും പൂജിച്ചു വന്ന ആ ദേവി വിഗ്രഹത്തിൻ്റെ മുഖത്ത് കാർപ്പിച്ച് തുപ്പുകയാണ്. എന്നിട്ടും ആ സിനിമ നാഷണൽ അവാർഡ് വാങ്ങിച്ചു. ഇന്ന് ഒരു അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ ഒരാൾ ചെരുപ്പിട്ട് കയറിയാൽ ഈ രാജ്യം കത്തും, അല്ലേ? അപ്പോൾ സിനിമയ്ക്കോ സിനിമ എടുക്കുന്നവനും ഒന്നും സംഭവിച്ചിട്ടില്ല. സംഭവിച്ചിരിക്കുന്നത് ജനങ്ങൾക്കാണ്. ഈ ജനങ്ങളെ ഇങ്ങനെ ആക്കി വിട്ടതാണ്. അപ്പോൾ സിനിമക്കാർക്ക് ധൈര്യമുണ്ട്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് സിനിമ എടുക്കുമ്പോൾ അവർക്ക് അവരുടെ മനസ്സിലുണ്ടായിരുന്നത് തങ്ങളിലുള്ള ആശയം, തങ്ങൾക്ക് പറയാനുള്ളത്, അത് രാഷ്ട്രീയമാകാം, മതമാകാം, ചരിത്രമാകാം, എന്തുമാകാം, അത് പ്രേക്ഷകരോട് പറയുക എന്നുള്ളതായിരുന്നു. ഇന്നങ്ങനെയല്ല. ഇന്ന് കോടികൾ മുടക്കി ചെയ്യുന്ന ഒരു ചൂതാട്ടമാണ്. അപ്പോൾ ലാഭം കൊയ്യാൻ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്, അതാണ് ഞാൻ സിനിമ എടുക്കുന്ന ആൾ നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ ശരിക്കും ആൾക്കാരുടെ ആസ്വാദന രീതി മാറിയതുകൊണ്ടാണ് നമ്മുടെ സിനിമകളുടെയും രീതികൾ മാറിയെന്ന് ആണല്ലേ? പിന്നെ അങ്ങനെയല്ലേ പറ്റുള്ളൂ. കാരണം കച്ചവടമായപ്പോൾ പിന്നെ ലാഭം കിട്ടാതെ ആരും കച്ചവടം ചെയ്യില്ല. അപ്പോൾ കച്ചവടമായി, സിനിമ കച്ചവടമായി. അതെ.